അധികൃതരുടെ അവഗണന, ഭിന്നശേഷിക്കാരന്റെ വീടും പുരയിടവും വെള്ളക്കെട്ടിൽ. പരാതി നൽകി മടുത്തിട്ടും പരിഹാരമാകാതെ വന്നതോടെ വാടക വീട്ടിൽ അഭയം തേടി കുടുംബം. പുറക്കാട് പഞ്ചായത്ത് 1-ാം വാർഡ് പായൽക്കുളങ്ങര അകമ്പടിശ്ശേരിയിൽ കുമാറും കുടുംബവുമാണ് അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ ദുരിതത്തിലായത്. ദേശീയപാത വികസനത്തെ തുടർന്ന് മലിനജലത്തിലായ വീട്ടിൽ നിന്ന് ഇവർ വാടക വീട്ടിലേക്ക് മാറിയിട്ട് 2 മാസമായി. ജില്ലാ കളക്ടർ, ADM, പഞ്ചായത്ത് തുടങ്ങി തന്റെ ദുരിതത്തിന് പരിഹാരം തേടി കുമാർ മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ പരാതികളെല്ലാം ഫയലുകളിൽ ഉറങ്ങുകയാണ്. പരാതി പഞ്ചായത്തിൽ കൊടുത്ത്, കളക്ടർക്ക് കൊടുത്ത്, പിന്നെ ADM-ന് ഒരു നടപടിയുമായി. പായൽക്കുളങ്ങരയിൽ ദേശീയപാതയിൽ നിന്ന് കടപ്പുറത്തേക്കുള്ള റോഡരികിൽ 2ാമത്തെ വീടാണ് കുമാറിൻ്റേത്. അമ്പലപ്പുഴ കച്ചേരിമുക്കിൽ BSNL ഓഫീസിനു മുന്നിൽ നടത്തുന്ന ചെറിയ കടയിൽ നിന്നുള്ള വരുമാനത്തിലാണ് കുമാറും ഭാര്യ സുനിതയും മക്കളായ ഹരികൃഷ്ണനും ഹരിതയും അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. ഇവരുടെ വീടിന് പിന്നിലുള്ള നാട്ടുതോട്ടിലൂടെ ദേശീയപാതയിലെ കാണയിലേക്കാണ് കാലങ്ങളായി പെയ്ത്തുവെള്ളം ഒഴുകിപ്പോയിരുന്നത്. നാട്ടുതോട് പിന്നീട് ഒരു മാൻഹോളായി ചുരുങ്ങി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പുതിയ കാണ സ്ഥാപിച്ചതോടെ മാൻഹോളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകാതെയായി. ഞങ്ങളുടെ ഒരു പുറയിൽ വെള്ളം പോകുന്നൊരു നീരൊഴുക്കുണ്ടായിരുന്നു, തോടുണ്ടായിരുന്നു. ആ തോട് നികത്തി, ആ പുരയിടം നികത്തി. അവരപ്പോൾ ഒരു പൈപ്പ് ഇട്ട്, ആ പൈപ്പ് ഇപ്പോൾ ഹൈവേക്കാർ ആ പൈപ്പ് കഴിഞ്ഞ് വെള്ളം വിടുന്നില്ല. ഹൈവേയുടെ പണി തുടങ്ങിയപ്പോൾ അവർ ആ വെള്ളം ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾക്ക് വെള്ളം പോയിക്കൊണ്ടിരുന്ന ഹൈവേയുടെ അകത്ത് അതിന് കഴിഞ്ഞായിരുന്നു. ഹൈവേക്കാർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ വെള്ളം പോകുന്നില്ല. അതാണ് ഈ വെള്ളം പൊങ്ങാനുള്ള കാരണം. 1.5 മാസം മുൻപ് കുമാറിന്റെ വീടിനുള്ളിൽ മലിനജലം കയറി. മലിനജലത്തിൽ കഴിയാനാകാതെ 20 ദിവസക്കാലം സമീപത്തെ പായൽക്കുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലെ സദ്യാലയത്തിലേക്ക് കുടുംബം താമസം മാറ്റി. സദ്യാലയത്തിൽ ചടങ്ങുകൾ നടത്തേണ്ടി വന്നതിനാൽ ഇവർ തൽക്കാലത്തേക്ക് പരിസരത്തുള്ള ബന്ധുവീട്ടിലായി താമസം. ഇപ്പോൾ നീർക്കുന്നത്ത് വാടക വീട്ടിലാണ് താമസം. സമീപത്തുള്ള റിട്ടയർഡ് അധ്യാപിക കാർത്തികയിൽ തങ്കമ്മ ജനാർദ്ദനന്റെ വീടും ഇപ്പോൾ വെള്ളക്കെട്ടിലാണ്. പ്രളയകാലത്ത് പോലും ഒരു തുള്ളി വെള്ളം മുറ്റത്തില്ലാതിരുന്ന പ്രദേശമാണ് ഇപ്പോൾ അധികൃതരുടെ വീഴ്ച മൂലം പ്രളയസമാനമായിരിക്കുന്നത്. ഇനി തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ എവിടെ പോകണമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മോട്ടർ വെള്ളം കയറി പോയി, അതിനിപ്പോൾ റെഡിയാക്കേണ്ടി വരും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയാനുള്ളിടത്തോട് പറഞ്ഞു പക്ഷേ അവരിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺട്രാക്ടറോട് പറഞ്ഞിട്ടുണ്ട്, അവർ ശരിയാക്കും എന്നല്ലാതെ അവർ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണ്ടേ. എത്ര നാളായി 2 മാസത്തിന് മേളിലായി ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്.